Hello guys, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന പാരീസ് പ്രിൻസ് റണ്ണിലെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പം നേരെ കളിയിലോട്ട് കടക്കാം. ഇവിടെ എന്തോ നമ്മള് കഴിഞ്ഞ കളി ഇവിടെ നിർത്തിയത്. അപ്പൊ ഇവിടെ ഒരു കോണി ഉണ്ടായിരുന്നു. ആ കോണിയിലാണ് ഇപ്പൊ നമ്മൾ കയറിക്കൊണ്ട് ഇവിടെ എന്തോ അങ്ങോട്ട് കാണിക്കുന്നു. ഇവിടെ അങ്ങനെ കമ്പി കാണുന്നുണ്ട് ഗയ്സ്. കമ്പി, ഈ കമ്പിയുടെ മേലക്കൂടെ അങ്ങനെ ചാടി ചാടി ഇങ്ങനെ കയറാം. പിന്നെ പറഞ്ഞവരെ ഇന്ന് ഞാനും അയാസും പിന്നെ വേറെ രണ്ടാൾക്കാരുണ്ട് ഗയ്സ്. നിങ്ങളെ കസിൻസ് ആണ്. ആദ്യത്തെ ആളുടെ പേര് ഐഷ, രണ്ടാമത്തെ ആളുടെ പേര് ആസറ. അപ്പൊ ഇങ്ങോട്ട് ഇവരും ഉണ്ടാവും ഗെയിം കളിക്കാൻ. ഇവിടെ വേറെ കമ്പി. ഇപ്പൊ വീയായിരുന്നു. സൈഡിലും ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കും. ഇവിടെ ഇടേണ്ടത് നമ്മൾ ജസ്റ്റ് തല ചടങ്ങി പിന്നെ പറഞ്ഞ പോലെ ആരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. ഓക്കെ, okay, we will go. Ready, 1, 2. Yes. നമ്മൾ ആകാശത്ത് നിൽക്കുന്നു. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, എല്ലാരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ചാടുന്നു. അടുത്ത കമ്പിയിലോട്ട്. അതാണ് നമ്മൾ ഒറ്റടിക്ക് ചാടി. എന്താ പുക സംഭവം, എന്തോ പുക കാണുന്നുണ്ട്. എന്താ ക്ലോസ് ദ വാൾസ് എന്നൊക്കെ എഴുതി വെച്ചു. അവിടെ വാൾവുകൾ, ഒരു വാൾവ് ഉണ്ട്, റെഡ് വാൾവ് കാണുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ്. ഇത് കൂട്ടാനാണ് പറയുന്നത്. അവിടെ ടിക്ക് മാർക്ക് കാണുന്ന അതിനർത്ഥം അത് ചെയ്തു എന്നാണോ? അയക്കാരം ഇവിടെ എവിടെ വാള്? ഇതെന്താ ഒരു പൈപ്പ് മതി. അതോടെ നോക്കി നോക്കിയാലോ. നോക്കാൻ ഇത് കഴിയൂല. ഞാൻ കൊറേ നോക്കിയതാ ഇന്നലെ. ഞാൻ കൊറേ നോക്കി, പക്ഷെ താഴത്തേക്ക് മാത്രം ആംഗിൾ പോണില്ല. ഒരു വാൾവ് ഉണ്ടായിരുന്നു ഗയ്സ്, ഞാൻ അറിയാതെ ചാടിയതാ. ഒരു വാൾവ് കാണിട്ട് ഞാൻ അവിടെ തിരിച്ചു പോണ്ടേ. ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ ഒരു പൈപ്പ്, ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ, അവിടെ കോണി ഉണ്ടായിരുന്നു. വെറുതെ പൈപ്പ് നമുക്കോട് ചാടി. അവിടെ ഒന്ന് ഷോപ്പ് കണ്ടു. അവിടെ ഒന്ന് ബാക്കില് ഷോപ്പ് കണ്ടു. ഇതാ ഒരു വാൾവ്. നമ്മളെ മുമ്പത്തെ ലെവലിലെത്തി. എന്താ കാട്ടി അല്ലേ? അവിടെ
ഇവിടെ റീസ്പോണിങ് സെറ്റ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ചെക്ക് പോയിന്റ് ഇവിടെ എന്താ ഇവിടെ പൈപ്പ് ഉണ്ട്. ഇവിടെ പൈപ്പുള്ള നമ്മൾ കണ്ടു. ഞാൻ അതിന്റെ മേലെ കൂടെ പോയോ. ഓക്കേ, അപ്പൊ നമ്മൾ ചാടും. തിരി. ഓക്കെ നമ്മൾ ചാടാണ്. ഓ സ്വിച്ച് മാറിയില്ല ഗൈസ്, അറിയാതെ ക്യൂ നക്കി. ഓ ഡബിൾ ജമ്പ് അതും ഓക്കെ. ആ മറ്റേ മാർക്കല്ലേ പൈപ്പ് കൂടെ വന്ന മാർക്കാണത്. ആ അതന്നെ കാര്യം. ഏതായാലും നമുക്ക് ഈ ചുമര് അങ്ങോട്ട് കോണി കേറാം ഗൈസ്. അതറിയാതെ ചാടിയതാട്ടോ. ഇങ്ങോട്ട് അവിടെ മറ്റേ സാധനം ഉണ്ടായിരുന്നു, അത് തിരിച്ചപ്പോ അത് പോയില്ലേ. അപ്പം നമ്മള് പോവുകയാണ് ഗൈസ്. ചിലപ്പോ പോക തൊട്ട് നമ്മള് മാറ്റി. ഓ ഡബിൾ ജമ്പ് അതറിയാതെ വീണില്ല ഗൈസ്. ഡബിൾ ജമ്പ് ചെയ്യാം. അങ്ങോട്ടത്തെ ഈസി ബൈ. സോറി സ്വിച്ച് മാറി. ഓക്കെ ഇതിന്റെ മണ്ടയിലോട്ട് കയറി. we go. അയ്യോ യെസ്, ഒറ്റ ചാട്ടം അതിന്റെ മേലെ കൂടെ കയറി. ഓക്കെ അത് ഇപ്പൊ വീണു ഗൈസ്. ഇപ്പൊ വീണായിരുന്നു, ജസ്റ്റ് ഒരു മൂവ് മതിയായിരുന്നു. യെസ് കഴിയാനായി എനിക്ക് തോന്നുന്നു. ഓ ഞാൻ വേണ്ടിട്ട് നേരെ വഴിണ്ടാക്കി കണ്ടി. പിന്നെ നമ്മള് അപ്പം ഇവിടെ ഒരു വെന്റ് കണ്ട് ഗൈസ്. നമ്മൾക്ക് ഓട്ടോ. ഓ അത് നമുക്ക് ചാടി കിടക്കാമെന്ന് തോന്നണേ. ഓ അത് വീണ് പോയി. എവിടെ നമ്മളെവിടെ? നമ്മളതിന്റെ തടി താഴത്തില്. ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ വഴിയുണ്ട് നോക്കിയാ. ആ വഴിയുണ്ട് ഇതിൽ കൂടി കേറാം. വീണ് പോയാല് അങ്ങനെ ഇതാക്കാനായി കാര്യം വഴിയൊക്കെ ഉണ്ടാക്കി വെച്ച. സമയം കളയണ്ട, നമുക്ക് ചാടാം. ഡബിൾ ജമ്പ് ആയതുകൊണ്ട് നമ്മള് ഡബിൾ ജമ്പ്. അപ്പൊ നമ്മൾ ചാടുകയാണെങ്കിൽ അല്ലാതെ പോവാണെങ്കിൽ എന്തോ ഏരോ കാണുന്നുണ്ട്. ഇതൊരു പുക പോണ ഫാനുണ്ട്. ചെലപ്പോ അങ്ങോട്ട് പോവാം. അങ്ങോട്ടാണെങ്കിൽ എന്തിനാ അത്? നമുക്കൊന്ന് പോയി നോക്കിയാലോ. എന്താ ഓ ഇങ്ങനെ ഒരു ആഡ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ പോവാതെ രക്ഷപ്പെടണം. അപ്പൊ ഇതാണ് ഗൈസ് ഇങ്ങനെ. ഓ അത് നമ്മൾ നീക്കണ്ട ഗൈസ്. ആദ്യം ആംഗിൾ വേണം. ഇങ്ങനെ കാണണ്ടേ. അപ്പൊ ഇവിടെ ചാടണം. ആ മഞ്ഞ ലൈനിന്റെ അടുത്തെത്തുമ്പോ നമ്മൾ ചാടണം. നമ്മളെ കഴിഞ്ഞ പാട്ടിൽ സെക്യൂരിറ്റി ട്രെയിനിങ്ങിന്റെ അതേമാതിരി. ഇപ്പൊ നമ്മൾ പോവാണ്. അവിടെ ചാടണ്ട. അവിടെ ഒന്നുകൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആംഗിൾ മാറ്റണം, എന്നാലേ ഇത് നടക്കും. ആംഗിൾ മാറ്റുമ്പോഴാണ് കറക്റ്റ് കിട്ടുന്നത്. ഞാൻ ചാടിയതാണ് ഗൈസ്, പക്ഷെ എങ്ങനെക്കോ വീണു. നീക്ക് യെല്ലോ ലൈൻ. ഞാൻ ആംഗിൾ മാറ്റാൻ നോക്കിയതാണ് ഗൈസ്. ആംഗിൾ മാറ്റാൻ
അങ്ങനെ എല്ലാവരെയും കണ്ട് ചാടാം. യെല്ലോ ലൈനിന് ചാടില്ല, അറിയാതെ കുയിലോട്ട് നേരെ അങ്ങോട്ട് ചാടിക്കൊടുത്തു. ചാടിയതാണ് പക്ഷെ ചാടിയത് കുയിന്നാണ് മാത്രം, അതുകൊണ്ട് നമ്മൾ ആ കുയിൽ തന്നെ വേണം. And we go and we go and we go. Yes. No. ഞാൻ കൊറേ നോക്കുന്നുണ്ട് പക്ഷെ എന്താന്നറിയില്ല. ചാടി ഗൈസ്, പക്ഷെ യെല്ലോ ലൈനിന് കറക്റ്റ് ചാടിയാലത് നമ്മളെത്തുന്നു. അവിടെ കുറച്ച് വീതി ഉണ്ട്, നല്ലൊരു ചാട്ടം ചാടും. അമർത്തി അങ്ങോട്ട് പിടിച്ചോ. ഓ ഇതാരാ നമ്മളെ മുന്നിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യും. നോ, അവിടെ ആംഗിൾ മാറ്റണം അല്ലെങ്കിൽ പണിയാണ്. ഇവിടെ കാണുന്നല്ല. ഇതിൽ നമ്മൾ എന്തായാലും എന്തുകൊണ്ടാ അറിയില്ല, എങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഔട്ടാകുന്നത്. നമുക്ക് നോക്കല്ലേ. അത് ലാസ്റ്റ് ഭാഗത്ത് ചാടിയില്ല ഗൈസ്, ചാടിക്കണ പക്ഷെ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കറക്റ്റ് ടൈമിങ്ങിന് ചാടിയില്ല. അത് തന്നെയാണ് പ്രശ്നം. യെസ്, അല്ല ഒരു മിനിറ്റ്, മോശം നിൽക്കണം. നേരത്തെ ഞാൻ ആംഗിൾ മാറ്റാൻ കഴിഞ്ഞില്ല. ചാടി പക്ഷെ കറക്റ്റ് നമ്മള് ഇതില് റോബോട്ട്സ് ഒന്നുമില്ല. ഇവിടെ ഞാൻ ആംഗിൾ മാറ്റാൻ നോക്കിയതാ, അപ്പത്തിനും No, guys, just yes, yes, and we go. Yes. No. തോറ്റിട്ടും ഒരിക്കലും വിട്ടുകൊടുക്കാത്ത, കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഗൈസ്. അപ്പം ആരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ. നല്ലായിരുന്നു. ഞാൻ മഞ്ഞ ലൈനിൽ തന്നെ ചാടിയ, പക്ഷെ കുയിലെത്തുന്ന കുറച്ച് മുമ്പാണ്.
ഇതാരും നമ്മളെ തലയിലൊക്കെ അയാൾ അവിടെ നിന്നത് കൊണ്ട് നമുക്ക് ചാടാൻ കഴിയില്ല. അത് നമ്മളുടെ ഫോൾട്ട് അല്ല, അയാൾ അവിടെ നിന്നത് കൊണ്ട് മാത്രം. അയാൾക്കവിടെ സംസാരിച്ചാലാണ് പ്രശ്നം. സംസാരിക്കണോണ്ട് അതുകൊണ്ട് എന്നാ ക്ഷമിച്ച അതുകൊണ്ട് യേ